എല്ലാ മതങ്ങളുമായിട്ട് ഞാൻ സഹകരിക്കും. ഞാൻ എല്ലാ മതങ്ങളെയും പൂഴ്ത്തി സംസാരിക്കും. ശ്രീനാരായണ ഗുരുദേവനെ പൂഴ്ത്തി സംസാരിക്കും. ഞാൻ അള്ളാഹുവിനെ പൂഴ്ത്തി സംസാരിക്കും. യേശുവിനെ പൂഴ്ത്തി. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ മടിയില്ലാത്തവനാണ്. അതിലെന്താ കുഴപ്പം? പ്രശ്നം എന്താ? എനിക്ക് ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിച്ചു. കൃഷ്ണനെ പ്രാർത്ഥിക്കാം, മുരുകനെ പ്രാർത്ഥിക്കാം, യേശുവിനെ പ്രാർത്ഥിക്കാം, അള്ളാഹുവിനെ ആശ്രയിക്കാം. അതിനൊന്നും ആരെയും തടയാനൊക്കത്തില്ല. അതെനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ യേശു ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് പോട്ടെന്ന് വിചാരിക്കും. പറയാം കാര്യം എന്തുവാ? യേശു ക്രിസ്തു ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞതിന്റെ പേരിൽ എന്റെ എന്ത് സാധനം പോയാലും എനിക്കൊന്നുമില്ല. അതൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് കമ്പനിയില്ല. എനിക്ക് കേരളത്തിലെ സിനിമാ നടനാണ് ഞാൻ. എനിക്ക് വരുമാനമുള്ളത് സിനിമയിൽ നിന്ന്, എൻ്റെ അച്ഛൻ തന്ന സ്വത്തിൽ നിന്ന്, എൻ്റെ അച്ഛൻ എനിക്ക് തന്ന അതിൽ നിന്നുള്ള വരുമാനമുണ്ട്. സിനിമയിൽ നിന്നുള്ള വരുമാനം, നല്ല വരുമാനമുണ്ട്. എനിക്ക് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെവിടെയും ഒരു ബിസിനസ്സും ഇല്ല, ഒരു കച്ചവടമല്ല. ഞാൻ പണ്ട് കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ്. പൊളിഞ്ഞ് പാളീസായി ഷെഡിൽ കയറി പോയതാണ്, കടക്കാരനായി മാറിയതാണ്. ഒരിക്കലും കച്ചവടം ചെയ്യില്ല. മരിക്കുന്നവരെയും ഞാൻ കച്ചവടം ചെയ്യില്ല. കാരണം എനിക്ക് ഒരിക്കലും അബദ്ധം പറ്റിയതാണ്. എന്ത് വന്നാ എന്ത്, എനിക്കെന്തെന്ന് ഞാൻ ചെയ്ത് അവനവൻ മുഖ്യമന്ത്രി പറഞ്ഞൊരു സംഭാഷണമുണ്ട് മോഹൻലാലിനോട്, അത് ശ്രദ്ധിക്കുക. അവനവൻ ചെയ്യാത്ത കുറ്റം ആരെക്കുറിച്ച് പറഞ്ഞാലും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ലോകത്ത് ഏത് അന്വേഷണം നമ്മൾ തയ്യാറില്ലയോ? എന്ത് CBI അന്വേഷണം വന്നാലും എനിക്കെന്ത്? ഞാൻ ആരുടെയും അനധികൃതമായിട്ട് പണം ഉണ്ടാകില്ല. എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല സുഹൃത്തെ. ഇതൊക്കെ ഞാൻ ലോൺ എടുത്ത് വാങ്ങിച്ച വണ്ടികളാണ്. ഇത് അടയ്ക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ പൈസയാണ്. ഞാൻ ഇലക്ഷൻ വരുമ്പോൾ എൻ്റെ പൈസ മൊത്തം ഡിക്ലെയർ. ഞാൻ പിച്ചക്കാരനാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടാണ് നടക്കുന്നത്. എൻ്റെ കയ്യിലൊരു മോതിരവും പോക്കറ്റ് 10 രൂപയുള്ളതെന്ന് പറഞ്ഞ് ഡിക്ലറേഷൻ കൊടുക്കുന്ന ആളാണോ ഞാൻ? എൻ്റെ അപ്പൂപ്പൻ കോടീശ്വരനായിരുന്നു. ഞാൻ കോടീശ്വരനൊന്നും അല്ലെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കുന്നതാണ് ഞാൻ. എന്നെ ആരും പറയത്തില്ല ആരുടെയും പൈസ വെച്ചെന്നോ ഏതെങ്കിലും ഒരാൾ എന്നെ വന്ന് കണ്ടെന്നോ പറയാം. ഒരാളെ ഞാൻ എൻ്റെ മന്ത്രിയായ സമയത്ത് ഒരൊറ്റ കമ്പനിക്കാരോ ഒരാളെ കണ്ടില്ലല്ലോ. ഇവിടെ ഇത്രയധികം ബസ്സുകളിവിടെ വാരിക്കൂട്ടി. ഒരു കമ്പനിക്കാരനെ എന്നെ നേരിട്ട് കണ്ടു. അവരെ പൈസ കിട്ടുന്നില്ലെന്ന് എനിക്ക് പരാതി പറയാൻ വരാറുണ്ട്. അല്ലാതെ ഒരാളും എന്നെ കാണത്തില്ല, കാണില്ല. ഗണേഷ് കുമാറിന് ആരുടെയും പൈസ വേണ്ട. എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വക ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. പൈസ കണ്ടു വളർന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സിനിമയ്ക്ക് വരുമ്പോൾ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾക്ക് ബെൻസ് കാറില്ല. ഞാൻ ബെൻസ് കാറിലാണ് പോയിരുന്നത്. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഏത് അന്വേഷണം മുന്നോട്ട് പോകണമല്ലോ. പോകുമ്പോൾ വേറെയും സത്യങ്ങൾ അറിയട്ടെ എല്ലാവരും. ഒരു കാര്യം, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നതാണ്. എൻ്റെ ഇവിടെ വലതുവശത്ത് ദൈവം നിൽപ്പുണ്ട്. ഞാൻ ദൈവവിശ്വാസിയാണ്. പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കാരണം വെച്ചാൽ ഇടതുപക്ഷ പാവപ്പെട്ടവനോടൊപ്പം ഞാൻ ചെയ്ത നന്മയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ കണ്ടോളൂ. ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോളൂ, ഒരു കുഴപ്പമില്ല. അല്ല, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം ഇല്ല എന്നല്ല അർത്ഥം. സോഷ്യലിസമാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ. എല്ലാ പാവങ്ങളെയും ഒരുപോലെ കാണുന്നതാണ് കമ്മ്യൂണിസം. തൊഴിലാളിയുടെ കണ്ണീര് കാണുന്നതാണ് കമ്മ്യൂണിസം. അല്ല, ദൈവമില്ലെന്ന് പറയുന്നതല്ല കമ്മ്യൂണിസം. ആ സർക്കാർ ദൈവവിശ്വാസത്തിനെതിരല്ലല്ലോ. ഇന്നലെ ഞങ്ങൾ അഫിഡവിറ്റ് കൊടുത്തല്ലോ ഗവൺമെന്റ്. അതിൽ വിശ്വാസികൾക്കൊപ്പമാണ് കേരളം. ഒരു കുറ്റബോധമില്ല. ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ ആഗ്രഹം എന്തോ അതനുസരിച്ചാണ് പോകുന്നത്. ഇപ്പൊ ജനങ്ങളുടെ ആഗ്രഹം ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ട എന്നാണെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിനൊപ്പം ഞങ്ങൾ നിൽക്കും. പിന്നെ അന്ന് എന്താണ് സംഭവിച്ചാൽ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ ആ വിധി അനുസരിക്കില്ല എന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞാൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയെന്ന് പറയും. അദ്ദേഹത്തിന് പറയാൻ ഒക്കത്തില്ല. അതെങ്ങനെ? ഏത് ന്യായം? ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അന്തസ്സുള്ള ആരും ശബരിമലയിൽ കയറത്തില്ലെന്ന് ഞാനും എൻ്റെ അച്ഛനും പറഞ്ഞു. സ്ത്രീകൾ ആരും അന്തസ്സുള്ള കുടുംബമായിട്ട് സ്ത്രീകൾ കയറുകയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇപ്പോഴും പറയുന്നു. അന്ന് NSS സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ്സുകാരനെയോ അല്ലെങ്കിൽ ആരെങ്കിലും, ഞങ്ങൾ അച്ഛൻ ആലൂക്കണയും പ്രസിഡന്റ് ആയിരുന്നല്ലോ, തടഞ്ഞു. അവർ നാമജപ ജാഥയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ ആരോടെ പൊക്കളാൻ പറഞ്ഞു. ഞാനും എൻ്റെ അച്ഛനും പോകാനൊക്കത്തില്ല. ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്, ഞങ്ങൾക്ക് പോകാനൊക്കത്തില്ല. ഞങ്ങൾ ഇടതുപക്ഷ വ്യക്തിപരമായി നമുക്ക് അതിനോട് യോജിപ്പില്ല. നമ്മൾ വിശ്വാസിയാണ്, ഞാൻ വിശ്വാസിയാണ്. വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. പക്ഷെ കോടതി പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് എന്ത് വില? കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, ഇടതുപക്ഷ മുന്നണി U-turn അടിച്ചു എന്നല്ല. ഇടതുപക്ഷ മുന്നണി കോടതി വിധി വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ ജനങ്ങളുടെ വികാരം മറിച്ചാണെന്ന് അറിഞ്ഞപ്പോൾ ഇടതുപക്ഷ മുന്നണി അത് തിരുത്തി. എന്നും CPM-ഉം LDF-ഉം തെറ്റുതിരുത്തിയിട്ടില്ലേ? തെറ്റുതിരുത്താത്ത പാർട്ടിയാണ്. തെറ്റുതിരുത്തലാണ്, തെറ്റാണ്. നമുക്ക് ചെയ്തത് നമ്മുടെ നിലപാട് ജനങ്ങൾക്ക് അനുകൂലമല്ല. ജനങ്ങളുടെ വിശ്വാസം അതല്ല. അവരോടൊപ്പം, ജനങ്ങളോടൊപ്പം, LDF ജനങ്ങളോടൊപ്പം. ഇലക്ഷൻ ഒന്നുമല്ലല്ലോ. ഇതിനു മുമ്പേ എന്താ നിലപാട്? NSS തന്നെ പറഞ്ഞല്ലോ, പിണറായി വിജയന്റെ നിലപാട് ശരിയാണ്, അവരുടെ നിലപാടുകൾ മാറിയിരിക്കുന്നു. ശബരിമലയിൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ LDF-ന് പിന്തുണ കൊടുക്കുന്നതാണ് ജി സുകുമാരൻ നായർ സാർ പറഞ്ഞു. ആണോ? മാറി പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ എന്താണ്? അന്നത്തെ നിലപാടല്ല. അവർ നിലപാടൊക്കെ മാറ്റി. അവരതിനുശേഷം വളരെ പവിത്രമായിട്ടും വിജയകരമായിട്ടും ശബരിമല ദർശനങ്ങൾ നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഭക്തജനങ്ങൾക്കൊപ്പമാണ്. അതുകൊണ്ട് NSS ശബരിമല അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു. അത് അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞാണോ? അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും തർക്കമില്ല. ഞങ്ങൾ U-turn അടിച്ചതൊന്നുമല്ല. ജനങ്ങളുടെ കൂടെ എന്ത് ടേൺ അടിക്കും? ജനങ്ങൾ വിളിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. പണ്ടത്തെ രാഷ്ട്രീയമല്ല. പണ്ട് നേതാവ് പോകുന്ന വഴിക്ക് ജനങ്ങൾ പോകും.
ഇപ്പം അങ്ങനല്ല, ജനങ്ങൾ പോകുന്ന വഴിക്ക് നേതാവ് പോയിക്കണം. നേതാവ് മാത്രമല്ല, ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പോയില്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതോടൊപ്പം തന്നെ